ഇപ്പോഴേ ഈ വീഡിയോ ഇപ്പോൾ ഞാനൊരു 2-3-4 തവണത്തെ പോസ്റ്റ് ചെയ്യലായി. ഒരു തവണ പോസ്റ്റ് ചെയ്യും, ബ്ലോക്കാവും, പോസ്റ്റ് ചെയ്യും, ബ്ലോക്കാവും. എന്ത് കഷ്ടമല്ലേ നമ്മളിപ്പോഴുള്ള പാവങ്ങളൊന്നും. ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അതിന് എന്താ പറയുക, ബ്ലോക്ക് വരിക. കുഴപ്പമില്ല, അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ട് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. കാരണം നമ്മളിത് ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യുമ്പം അതിനുള്ളൊരു എന്താ പറയുക. ഈ പൂ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. ആദ്യം നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. കിച്ചൺ ടിഷ്യൂ പേപ്പർ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സാധാരണ സോഫ്റ്റ് ടിഷ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പോവും. അപ്പം നമ്മൾ ഒരു കിച്ചൺ ടിഷ്യൂ എടുക്കുക, ഒരെണ്ണം അതിനകത്ത് കട്ട് ചെയ്യുക, 4ആയിട്ട് മടക്കുക, പിന്നെ സിക്സാക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡും എന്നിട്ട് നമ്മളത് ആർക്ക് പോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് കറക്റ്റ് നടുക്ക് ഭാഗത്ത് തന്നെ നൂല് കൊണ്ട് നന്നായിട്ട് ടൈ ചെയ്യുക. പിന്നെ അത് വിരിച്ചിട്ട് അതിനകത്ത് നിന്ന് 2 സൈഡിൽ നിന്നും വിടിയിച്ചെടുക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പൂ കിട്ടും. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് പറയാൻ മറക്കല്ലേ. നമുക്ക് ഓരോ പൂക്കൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് വലിയ സെറ്റപ്പൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഔട്ട്പുട്ട് അത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട സാധനം അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എനിക്കങ്ങനെ വോയിസ് കൊടുക്കാൻ അങ്ങനെ അറിയത്തില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്ത് തപ്പൽ വരും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.